ഒരു ഏകകോശ ജീവിയിൽ നിന്ന് മനുഷ്യൻ വരെ എത്തി നിൽക്കുന്ന ജീവന്റെ യാത്ര എന്ന സങ്കല്പത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ജീവൻ എങ്ങനെ ഉണ്ടായി എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സിദ്ധാന്തങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇതിൽ ഒന്നാമത്തേത് പാൻസ്പെർമിയ സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തപ്രകാരം പ്രപഞ്ചത്തിൽ എവിടെയോ ജീവൻ ഉത്ഭവിച്ചു, അത് ഉൽക്കകൾ വഴി ഭൂമിയിൽ എത്തിച്ചേർന്നുവെന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. പിന്നീട് രണ്ടാമത് വന്ന ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ തമ്മിൽ സംയോജിച്ച് ആദ്യത്തെ ജീവി ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത്. $460 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ചുട്ടുപൊള്ളുന്ന ഒരു അഗ്നിഗോളമായിരുന്നു. കാലക്രമേണ ഭൂമി തണുക്കുകയും തുടർച്ചയായി മഴ പെയ്ത് സമുദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം 380 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ജീവൻ ഉണ്ടാകുന്നത് എന്നാണ് സങ്കല്പം. സമുദ്രം ഉണ്ടായതിനു ശേഷം സമുദ്രത്തിലാണ് ജീവൻ ഉണ്ടായതായി പറയുന്നത്. ഇതിൽ ഭൂമിയുടെ ഉൽപ്പത്തിയും മനുഷ്യന്റെ ഉൽപ്പത്തിയും എത്ര വർഷങ്ങൾക്ക് മുമ്പ് എന്നത് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഭൂമിയുടെ ഉൽപ്പത്തി എത്ര വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് കരുതപ്പെടുന്നത്? 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയുടെ ഉൽപ്പത്തി എന്ന് കരുതപ്പെടുന്നത്. 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ജീവന്റെ ഉത്ഭവം സാധ്യമല്ലാത്ത വിധം ചുട്ടുപഴുത്ത് ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു ഗോളമായിരുന്നു. മനുഷ്യന്റെ ഉൽപ്പത്തി എത്ര വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് കരുതപ്പെടുന്നത്? 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. മനുഷ്യന്റെ ഉൽപ്പത്തി ഉണ്ടായത് ആഫ്രിക്കയിൽ ആണ് എന്നും പിന്നീടത് മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ചുവെന്നും ശാസ്ത്രജ്ഞന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു. ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രധാന സിദ്ധാന്തങ്ങൾ ഏവ? ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി സിദ്ധാന്തങ്ങൾ നിലനിന്നിരുന്നു. അതിൽ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കുവാനുള്ള പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവും. പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും അത് ഉൽക്കകൾ വഴി ഭൂമിയിൽ എത്തി എന്നുമുള്ള സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. ആദിമ ഭൂമിയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ തമ്മിൽ സംയോജിച്ച് ആദ്യത്തെ ജീവി ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത്. എന്താണ് പാൻസ്പെർമിയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്? പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും അത് ഉൽക്കകൾ വഴി ഭൂമിയിൽ എത്തി എന്നുമുള്ള സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. ഭൂമിയിലുള്ള ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തം ഏത്? രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ തമ്മിൽ സംയോജിച്ച് ആദ്യത്തെ ജീവി ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് രാസപരിണാമ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ആരംഭ സമയത്ത് ഒരു അഗ്നിഗോളമായിരുന്ന ഭൂമിയിൽ ജീവൻ ഉണ്ടാകുവാനുള്ള സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു? കാലക്രമേണ ഭൂമി തണുക്കുകയും തുടർച്ചയായി മഴ പെയ്ത് സമുദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ജലത്തിലാണ് ജീവന്റെ ഉൽപ്പത്തി എന്നാണ് സങ്കല്പം. എന്താണ് രാസപരിണാമ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്? ആദിമ ഭൂമിയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ തമ്മിൽ സംയോജിച്ച് ആദ്യത്തെ ജീവി ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരെല്ലാം? റഷ്യൻ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഒപ്പാരിൻ, ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജെബിയസ് ഹാൾഡൻ എന്നിവരാണ് രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ.
ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ജീവപരിണാമ സിദ്ധാന്തം അഥവാ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിനും രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ അലക്സാണ്ടർ ഒപ്പാരനും ജെ.ബി.എസ്. ഹാൾഡനും എന്നതാണ്. അതായത് പരിണാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡാർവിൻ എന്ന് ഉറപ്പിക്കരുത്. ആദിമ ഭൂമിയിലെ അന്തരീക്ഷം പുനഃസൃഷ്ടിച്ച പരീക്ഷണം ഏത്? മില്ലർ പരീക്ഷണം. 1953 സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറേയും യാദൃശ്ചികമായി ജൈവതന്മാത്രകൾ രൂപപ്പെടാൻ വേണ്ടിവരുന്ന രാസപ്രവർത്തനങ്ങൾ നടക്കുവാനുള്ള ഹൈഡ്രജൻ, അമോണിയ, മീഥെയ്ൻ മുതലായ ചില വാതകങ്ങളുടെയും നീരാവിയുടെയും കൂടിച്ചേരലിനു ആവശ്യമായ സാഹചര്യമാണ് ഇവർ ഈ പരീക്ഷണത്തിലൂടെ സൃഷ്ടിച്ചത്. എന്താണ് മില്ലർ പരീക്ഷണം എന്നറിയപ്പെടുന്നത്? ആയിരത്തി 1953 സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറേയും ജലം, മീഥെയ്ൻ, ഹൈഡ്രജൻ, അമോണിയ എന്നിവയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ ആദിമ ഭൂമിയിലുണ്ടായിരുന്ന അന്തരീക്ഷം പുനഃസൃഷ്ടിക്കുകയും ഒരാഴ്ചയോളം നീണ്ടുനിന്ന പരീക്ഷണത്തിനൊടുവിൽ പലതരം ജൈവതന്മാത്രകൾ രൂപപ്പെടുകയും ചെയ്തു. ഈ പരീക്ഷണത്തെയാണ് മില്ലർ പരീക്ഷണം എന്നറിയപ്പെടുന്നത്. ഈ പരീക്ഷണത്തിൽ ജലം തിളപ്പിക്കുമ്പോൾ അത് നീരാവിയായി ഉയർന്ന് ഫ്ലാസ്കിൽ എത്തുകയും ഫ്ലാസ്കിൽ ഉള്ള അമോണിയ, മീഥെയ്ൻ, ഹൈഡ്രജൻ എന്നിവയുമായി കൂടിച്ചേർന്ന് കൃത്രിമമായി ഉണ്ടാക്കുന്ന തീപ്പൊരിയുടെ അഥവാ സ്പാർക്കിന്റെ ഊർജത്താൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇത് ഫ്ലാസ്കിന് അടിയിലൂടെ സംഭരണ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ 7 ദിവസത്തോളം നീളുകയും അവസാനം സംഭരണ സ്ഥലത്ത് ജൈവതന്മാത്രകൾ രൂപപ്പെടുകയും ഉണ്ടായി. ഇതാണ് മില്ലർ പരീക്ഷണം എന്നറിയപ്പെടുന്നത്. മില്ലർ പരീക്ഷണത്തിലൂടെ ശാസ്ത്രലോകം എത്തിച്ചേർന്ന നിഗമനം എന്ത്? ആദ്യം ചെറിയ ജൈവതന്മാത്രകൾ ഉണ്ടാവുകയും അവ കൂടിച്ചേർന്ന് മാംസ്യം, RNA, DNA മുതലായ വലിയ ജൈവതന്മാത്രകൾ ഉണ്ടാവുകയും ചെയ്തു. അവയ്ക്ക് ചുറ്റും കൊഴുപ്പും മറ്റുമുള്ള ആവരണം ഉണ്ടായി. അങ്ങനെയായിരിക്കാം ആദ്യത്തെ കോശം ഉണ്ടായത് എന്നാണ് സങ്കല്പം. ആദ്യമായി ഉണ്ടായി എന്നു കരുതപ്പെടുന്ന ഏകകോശജീവികളുടെ പ്രത്യേകത എന്ത്? ആദ്യമായി ഉണ്ടായ ഏകകോശജീവികൾക്ക് മർമ്മം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ മർമ്മമില്ലാത്ത ഏകകോശജീവിക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ. മർമ്മമില്ലാത്ത ഏകകോശജീവികളിൽ നിന്നും ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന മർമ്മമുള്ള ഏകകോശജീവി ഏത്? അമീബയാണ് മർമ്മമില്ലാത്ത ഏകകോശജീവിയിൽ നിന്നും ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന മർമ്മമുള്ള ഏകകോശജീവി. കോശത്തിനുള്ളിൽ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതാണ് കോശത്തിലെ മർമ്മം. ഡാർവിൻ ഫിഞ്ചുകൾ എന്നറിയപ്പെട്ട കുരുവികളുടെ പ്രത്യേകത എന്ത്? ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തോന്നുന്ന ഈ കുരുവികളെ അവയുടെ കൊക്കിന്റെ ആകൃതിയും വലിപ്പവും അനുസരിച്ച് വിവിധങ്ങളായി തരം തിരിക്കാമായിരുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകത. ഇവയെല്ലാം സാധാരണ നിരീക്ഷണത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും അടുത്തു ചെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും കാണാമായിരുന്നു. ഈ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവയെ പല കൂട്ടങ്ങളായി അല്ലെങ്കിൽ സ്പീഷീസുകളായി തരം തിരിക്കാമായിരുന്നു. ഡാർവിൻ ഫിഞ്ചുകൾ എന്ന കുരുവികളുടെ നിരീക്ഷണത്തിലൂടെ ചാൾസ് ഡാർവിൻ എത്തിച്ചേർന്ന നിഗമനം എന്ത്? എല്ലാ തരം കുരുവികളുടെയും മുൻഗാമി ഒന്നാണ്. അത് പരിണമിച്ചായിരിക്കാം പലതരം കുരുവികളുണ്ടായി എന്നതാണ് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം. ഇതിൽ വിത്ത് തിന്നുന്ന നിലക്കുരുവി മുൻഗാമിയും ബാക്കിയുള്ള കുരുവികൾ ഒന്നിൽ നിന്നും മറ്റൊന്ന് എന്ന രീതിയിൽ പരിണമിച്ച് ഉണ്ടായതാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഡാർവിൻ ഫിഞ്ചുകൾ എന്ന കുരുവികളുടെ നിരീക്ഷണത്തിലൂടെ ചാൾസ് ഡാർവിൻ മുന്നോട്ട് വച്ച സിദ്ധാന്തം ഏത്? പ്രകൃതി നിർധാരണ സിദ്ധാന്തം.
തലമുറകൾ കഴിയുന്തോറും ജീവികളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളാണെങ്കിൽ അവ നിലനിൽക്കുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യും. കോടാനുകോടി വർഷങ്ങൾ നീണ്ടുനിന്ന പ്രകൃതിയുടെ ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി എന്നാണ് കരുതപ്പെടുന്നത്. ഡാർവിൻ ഫിഞ്ചുകൾ എന്ന കുരുവികളുടെ നിരീക്ഷണത്തിലൂടെ ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് പ്രകൃതി നിർധാരണ സിദ്ധാന്തം. ഡാർവിൻ ഫിഞ്ചുകളുടെ സ്പീഷീസുകൾ എങ്ങനെ ഉണ്ടായി എന്നാണ് കരുതപ്പെടുന്നത്. ഡാർവിൻ ഫിഞ്ചുകളിൽ 7 തരം കുരുവികൾ ഉണ്ടായിരുന്നു. അവയുടെ പൊതു മുൻഗാമി വിത്തു തിന്നുന്ന നിലക്കുരുവി ആയിരുന്നു. അവയുടെ എണ്ണം അനിയന്ത്രിതമായി അഥവാ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ പെരുകിയപ്പോൾ എല്ലാത്തിനും ഭക്ഷിക്കുവാനുള്ള വിത്തുകൾ ലഭ്യമല്ലാതായി. അവയിൽ ബലവാന്മാർ ഭക്ഷണത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ ജയിക്കുകയും മറ്റുള്ളവയിൽ ചിലത് അവിടം വിട്ടു പോവുകയും ചിലത് മരങ്ങളിലും ചിലത് കള്ളിച്ചെടികളിലും അഭയം തേടി. അവിടെയുള്ള ഭക്ഷണം കഴിക്കാൻ അനുയോജ്യമായ കൊക്കുകളുള്ളവർ പുതിയൊരു കൂട്ടമാവുകയും ക്രമേണ പുതിയ സ്പീഷീസുകളായി മാറുകയും ചെയ്തു. പ്രകൃതി നിർധാരണ സിദ്ധാന്തം വിശദീകരിക്കുന്നതിനായി ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഒറിജിൻ ഓഫ് സ്പീഷീസ് അഥവാ ജീവജാതിയുടെ ഉൽപ്പത്തി. കുറച്ചുകൂടി വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, അതായത് പ്രകൃതി നിർധാരണത്തിലൂടെയുള്ള ജീവജാതിയുടെ ഉൽപ്പത്തി. പ്രകൃതി നിർധാരണം അഥവാ പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പിലൂടെയുള്ള ജീവജാതിയുടെ ഉൽപ്പത്തി. എന്താണ് ഡാർവിനിസം എന്നറിയപ്പെടുന്നത്? ഡാർവിൻ തന്റെ നിരീക്ഷണങ്ങളെ സംയോജിപ്പിച്ച് മുന്നോട്ട് വെച്ച പരിണാമ സിദ്ധാന്തമാണ് ഡാർവിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡാർവിനിസം പ്രകാരമുള്ള ഡാർവിന്റെ നിരീക്ഷണങ്ങൾ ഏതെല്ലാം? 1. ജീവികൾ പ്രത്യുൽപാദനം വഴി അവയുടെ വർഗത്തിലുള്ള കൂടുതൽ അംഗങ്ങളെ സൃഷ്ടിക്കും. 2. ഇങ്ങനെ ജനിക്കുന്ന പുതിയ സന്തതികളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കഴിയുന്നവയായിരിക്കും. 3. ഇങ്ങനെ പാരമ്പര്യമായി കിട്ടുന്ന മാറ്റങ്ങൾ ചുറ്റുപാടുമായി ഇണങ്ങി ജീവിക്കാൻ സഹായകമാണെങ്കിൽ അത്തരം ജീവികൾ അതിജീവിക്കുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ച അംഗങ്ങൾ മറ്റ് അംഗങ്ങളുമായി ഇണചേരാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെടുമ്പോൾ പുതിയ ജീവജാതികൾ അഥവാ സ്പീഷീസുകൾ ആയി മാറുകയും ചെയ്യുന്നു. ഈ 4 പോയിന്റുകളിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്യമാക്കിയാൽ നമുക്കിത് എളുപ്പത്തിൽ പഠിക്കാനും ഓർത്തിരിക്കാനും കഴിയും. ഇതിൽ ആദ്യത്തെ പോയിന്റ് കൂടുതൽ അംഗങ്ങളെ സൃഷ്ടിക്കും എന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നതാണ്. മൂന്നാമത്തേത് ഇങ്ങനെ ലഭിക്കുന്ന മാറ്റങ്ങൾ നല്ലതാണെങ്കിൽ അവ നിലനിൽക്കും, അല്ലാത്തവ നശിക്കും എന്നതാണ്. നാലാമത്തേത് ഒറ്റപ്പെടുമ്പോൾ പുതിയ ജീവജാതികൾ അഥവാ സ്പീഷീസുകൾ ഉണ്ടാകും. ഈ 4 പോയിന്റുകളും ചേർത്ത് ഒറ്റ വാക്യമാക്കിയാൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: കൂടുതൽ അംഗങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ജീവിക്കാൻ സഹായിക്കുന്ന മാറ്റങ്ങൾ ഉള്ളവ നിലനിൽക്കുകയും അല്ലാത്തവ നശിക്കുകയും ഒറ്റപ്പെടുമ്പോൾ പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നത്? പുതിയ ഒരു ജീവജാതി രൂപം കൊള്ളുന്ന പ്രക്രിയയെ സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നു. ഇതിൽ മുൻഗാമിയായ വിത്തു തിന്നുന്ന നിലക്കുരുവിയിൽ നിന്നും മരത്തിൽ താമസിക്കുന്ന മരക്കുരുവി എന്ന പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നു.
ഈ മരക്കുരുവിയുടെ സ്പീഷീസിൽ നിന്നും കണ്ണിനും കൊക്കിനും ചില മാറ്റങ്ങൾ ഉള്ള യക്ഷിക്കുരുവി എന്ന സ്പീഷീസ് ഉണ്ടാകുന്നു. ഈ യക്ഷിക്കുരുവിയിൽ നിന്നും മരംകുത്തിക്കുരുവി എന്ന മറ്റൊരു സ്പീഷീസും ഉണ്ടാകുന്നു. ഇങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്ന് എന്ന രീതിയിൽ പുതിയ ഒരു ജീവജാതി രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ സ്പീഷീസ് രൂപം കൊള്ളുന്ന പ്രക്രിയയെ സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നു. എന്താണ് ജൈവ പരിണാമം? ഏകകോശജീവി മുതൽ മനുഷ്യൻ അടക്കമുള്ള സർവ്വ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഇന്നത്തെ ജൈവ വൈവിധ്യം ഉണ്ടായി എന്ന സങ്കല്പമാണ് ജൈവ പരിണാമം എന്നറിയപ്പെടുന്നത്. ചാൾസ് ഡാർവിന്റെ ജൈവ പരിണാമ സിദ്ധാന്തവും അതുപോലെ തന്നെ അധ്യായത്തിന്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്.